ഹായ് ഗായ്സ്, അപ്പൊ നമ്മളുടെ ഡാൻസ് ആണ് ഇന്ന് കാളിമലർക്കാവ് അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് പൊളിക്കണം. അപ്പോൾ ഗൈസ് ഞങ്ങളെല്ലാവരും കൂടി ബസ് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബസ് ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ചെമ്പരവട്ടം പാലത്തിൻ്റെ അടുത്തേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ പാർക്കിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ നമ്മൾ ഒരുപാട് നേരത്തെ വെയിറ്റിംഗ് കഴിച്ച് നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ അമ്പലത്തേക്ക് പോകണം, എല്ലാവരും ഈ ബസ്സിലാണ് ഉള്ളത്. അങ്ങനെ 2 ബസ് ഉണ്ടായിരുന്നു, അല്ല 3 ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇത് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട്. കാളിയാർമലക്കാവാണ് അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത്. അന്നവിടെ ഞങ്ങളൊന്ന് അവിടെ ഇരുന്നു കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ കൈക്കോട്ട് കളിക്ക് വേണ്ടി വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ കളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല കേട്ടോ പിള്ളേരെ കൊണ്ട്. പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടി ഒരുങ്ങി ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാൻ ഇവിടെ പറ്റില്ല എന്നും, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് വരവല്ല താലം പിടിച്ചിട്ട് ആൾക്കാർ അമ്പലത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അവരെ ഒരു അമ്പലമുണ്ട്, താഴത്തൊരു അമ്പലമുണ്ട് അത്ര. അപ്പോൾ ആ അമ്പലത്തേക്ക് അവരെ കൊണ്ടുപോയിട്ട് അവിടുന്ന് താലം പിടിച്ചിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് കളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കളി ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞു ഇല്ല ഇവിടെ കളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായത് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളെ ദേവീനെ അവിടെ നിന്ന് കൊണ്ടുവരികയാണ്, അങ്ങനെയാണ് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അധികം അറിയത്തില്ല കേട്ടോ. അവിടുത്തെ എന്താണ് രീതികളും നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ട് പോണ അമ്പലമല്ലേ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് കേട്ടോ. ഇങ്ങനൊരു കളി വന്നപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയിട്ടുള്ളത്. അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ പൂരായിരുന്നു അന്ന് കേട്ടോ. അന്നേന്ന് അവിടെ നമുക്ക് കളി കിട്ടിയത്. അപ്പോൾ അതാ എന്താ പറയുക, ശേഷം ഇതാണ് അവിടുത്തെ ഒരു വരവ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഈ വേഷങ്ങൾ ഭയങ്കര രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ വേഷങ്ങൾ കാണുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരത്തെ വെയിറ്റിംഗ് ശേഷമായിട്ടോ നമ്മൾ കളിച്ചത്. ഏകദേശം ഒരു 11:30 ആയപ്പോഴേ ഞങ്ങളെ കളി ഉണ്ടായതെന്ന് തോന്നുന്നു. 10:30 ഞങ്ങളെ കളി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പിള്ളേരൊക്കെ വയലൻ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ കുട്ടികൾ പിന്നെ കുറച്ചെങ്കിലും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വരവൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാതും അവസാനിച്ച ശേഷം പിന്നെ നമ്മുടെ കൈക്കൊട്ടുകളി തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം ഒരു വയനാടൻ ടീമിൻ്റെ ആയിരുന്നു, അതായത് ഗ്രാമം പറഞ്ഞ അതായിരുന്നു കൈക്കൊട്ടുകളി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൈക്കൊട്ടുകളി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൈക്കൊട്ടുകളുടെ മൊത്തം വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഒരുപാടുണ്ട് കേട്ടോ. അതായത് 17 മിനിറ്റിൻ്റെ വീഡിയോസ് ഉണ്ട്. അത് നമ്മളത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അത് നമുക്ക് സെപ്പറേറ്റ് ഇടണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഞങ്ങളുടെ കളി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടീമിലുള്ള കുട്ടികൾക്ക് കുറച്ച് പേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവർ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പരിപാടി നേരത്തെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 5 മണിക്ക് പുറപ്പെട്ടതായിരുന്നു. അപ്പോൾ പക്ഷേ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 12 മണി ആ നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കളി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിന് പിള്ളേർക്ക് വയ്യാതായി. അങ്ങനെ അവരെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ ഓക്കെ ആയി. പിന്നെ നമ്മൾ ഓക്കെ കൂളായി. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് അതിന് ശേഷം നമ്മൾ ഒരു 2-2:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറിയത് കേട്ടോ. അപ്പോൾ ആ ബസ് നമ്മളെ എവിടെ നിന്നാണോ കയറ്റിയത് അവിടെ തന്നെ നമ്മൾ ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസൊക്കെ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ പിള്ളേരെ കൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നല്ല രസമായിരുന്നു പോക്കൊക്കെ. കാരണം കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ സഹകരണമൊക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ.